ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ വ്ലോഗ്സ്. എൻ്റെ പേര് അപർണ. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്നല്ലേ, ഫ്രൂട്ട് കസ്റ്റർഡാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കും ഈ മധുരം കൂടുതലുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ മിൽമ പാൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നല്ല ചൂടിൽ തന്നെ വച്ചിരുന്നാൽ മതിയാകും. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മുറിച്ച് കഴിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ കുട്ടികൾക്കും ഒക്കെ ഇതേപോലെ ഇടയ്ക്കൊന്ന് വെറൈറ്റി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും കൂടുതൽ ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് ഞാൻ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ പാലിവിടെ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇതേപോലെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് പാലിവിടെ ചെറുതായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു ബൗളിലായിട്ട് ഒരിത്തിരി പാൽ, അങ്ങനെ അളവൊന്നുമില്ല, ഒരിത്തിരി പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇടുന്നത്. ഇളം ചൂടുള്ള പാലിലാണ് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഡയറക്റ്റ് ഇത് ഇട്ട് കൊടുക്കാത്തത് എന്താ വെച്ചാൽ കട്ട കെട്ടുന്നതുകൊണ്ടാണ്. അപ്പം ഇതിൽ പാലിലാവുമ്പോൾ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റർഡ് പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ടേബിൾ സ്പൂൺ കൂടുതൽ എടുക്കാൻ പാടില്ല, കാരണം തിക്കായി പോവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ചൂടൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുകി വരണം. പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മൾ ആ പാല് തിളക്കുന്ന ആ ഒരു സമയം മാത്രം കുറച്ചൊരു ടൈം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് നിർത്താം, കാരണം ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഇതൊന്ന് കട്ടിയാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ്. ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റണം. ഇതൊന്ന് തണുത്ത് വരണം. അപ്പോൾ ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉറുമാമ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് നല്ല കളറുള്ള ഉറുമാമ്പഴം കിട്ടിയില്ല, ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ആപ്പിളും കുറച്ച് പഴവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്ര ഫ്രൂട്ട്സേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ അടുത്തുള്ള ഫ്രൂട്ട്സ് ഞാനപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും പിസ്തയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ 3 ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട്
തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചതിന് ശേഷമാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം തണുത്ത് കഴിഞ്ഞ് ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ ഇതിൽ ആപ്പിളും നേന്ത്രപ്പഴവും ഉറുമാമ്പഴവുമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഇതുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പം നട്ട്സും ഉപയോഗിക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയി ഇനി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.